അർജുൻ, ഈ സ്ഥലത്ത് 34 തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു കണക്കുകൂട്ടൽ. ഇവരുടെ മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്താനുള്ള തെരച്ചിൽ അവിടെ നടന്നിരുന്നു. കിടാവർ നായ്ക്കളെ അടക്കം എത്തിച്ചുള്ള തെരച്ചിലായിരുന്നു. അതൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ടുണ്ട്. ഇനി തുടർ പരിശോധനകൾ അത് ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും, അതോടൊപ്പം എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധന അതെങ്ങനെ പുരോഗമിക്കുന്നു അർജുൻ? ആര്യ, അത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതായത് ഈ ദുരന്തം നടന്ന സമയത്ത് എത്ര തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസിന് പോലും ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 30-നും 40-നും ഇടയിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വിശദമായ അന്വേഷണത്തിനൊടുവിൽ 34 പേരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. ഇതിൽ 3 പേർ സ്ത്രീകളാണ്. 9 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു എന്നാണ് നേരത്തെ DGP അറിയിച്ചത്. ഇതിൽ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 13 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 10 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2 പേർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉണ്ടായത്. അവരും ഡിസ്ചാർജ് ആയി കഴിഞ്ഞു. മാത്രവുമല്ല, ഈ ദുരന്തം അന്വേഷിക്കാൻ വേണ്ടി പോലീസ് തൃശൂർ സിറ്റി കമ്മീഷണർ നേതൃത്വത്തിൽ 18-അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സ്ഥല പരിശോധനയ്ക്ക് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ACP നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണി മുതൽ പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തിയിരുന്നു. കെടാവർ നായകളുടെ സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന. ഈ പരിശോധനയിൽ നിരവധി മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ DNA പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊട്ടാതെ കിടക്കുന്ന സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. ഇത് നിർവീര്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പുരോഗമിക്കുകയാണ്. സാമ്പിളുകളടക്കം കൃത്യമായി തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അത് വിശദ പരിശോധനക്കയക്കും. ഇത്തരത്തിൽ അളവിൽ കവിഞ്ഞ രാസ മരുന്ന് ഈ ഇവിടെ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത്. ഏതാണ്ട് 2:00 കൂടിയാണ് ഇവിടെ സ്ഫോടനം ഉണ്ടായത്. ഏതാണ്ട് 6 വെടിക്കെട്ട് പുരകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തീ പടർന്നത് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം ശാസ്ത്രീയ പരിശോധനയ്ക്കൊടുവിൽ മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായ പരിശോധന അത് ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ പറയാം. ഇന്നും നാളെയും ഒരുപക്ഷെ വീണ്ടും ആവശ്യമെങ്കിൽ വീണ്ടും ഈ മേഖലയിൽ പരിശോധന നടത്തുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മേഖല ഇപ്പോൾ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെ മറ്റാളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഉള്ള ചുറ്റുപാടുമുള്ള വീടുകളിൽ വന്ന നാശനഷ്ടങ്ങളെ സംബന്ധിച്ചും കൃത്യമായി തന്നെ കണക്കെടുക്കുന്നുണ്ട്. പല വീടുകൾക്കും കാര്യമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചും കൃത്യമായ പരിശോധനകൾ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പൊട്ടാതെ കിടക്കുന്ന ഏതെങ്കിലും സ്ഫോടക വസ്തുക്കളുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ പരിശോധന പോലീസ് നടത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും പോലീസിന്റെ കർശനമായ സുരക്ഷ ഈ മേഖലയിൽ തുടരുകയാണ്. ആര്യ, യെസ്, പ്രാഥമികമായ തെരച്ചിൽ അത് പൂർണ്ണമായിരിക്കുന്നു. ഇനി തുടർ തെരച്ചിലുകൾ ആവശ്യമെങ്കിൽ നടക്കും. വിശദമായ പരിശോധന, ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പരിശോധനയിലേക്ക് അടക്കം കടന്നിരിക്കുകയാണ് അധികൃതർ. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.